യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും സ്നേഹത്തിന്റെ വന്ദനങ്ങളെ ഈ രാത്രിയിൽ ഞങ്ങൾ അറിയിക്കുന്നു. ക്രൈസ്റ്റ് ഫൗണ്ടേഷൻ ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം പറയുവാൻ ദൈവം ഒരുക്കിയ ഈ വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിലപ്പെട്ട കർത്തൃപ്രത്യന്മാരെയും ദൈവമക്കളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവൻ ഒരു പ്രാവശ്യം കൂടെ കുടുംബമായുള്ള ഞങ്ങളുടെ നന്ദിയെ ഞങ്ങൾ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതത്തിൽ ഈ രാത്രിയിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. വേഗത്തിൽ അവൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് കൈമാറുവാൻ തന്ന ഒരു ചിന്ത വേഗത്തിൽ പങ്കുവെച്ച് പ്രാർത്ഥിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇന്ന് രാത്രിയിലെ പ്രസംഗ വിഷയം ഇതാണ്: അവൻ ബാറ്റിൽ ബിലോങ്സ് ടു ഗോഡ്. ദൈവം, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. അവന്റെ കീവേഡ് ഇതാണ്. നെഹമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം 20-ാമത്തെ തിരുവചനം ഞാൻ ഇവിടെ വായിക്കുന്നു. ആമേൻ, സ്തോത്രം. നെഹമ്യാവിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിന്റെ 20-ാമത്തെ തിരുവചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: നിങ്ങൾ കാഹളനാദം കേൾക്കുന്നിടത്ത് ഞങ്ങളുടെ അടുക്കൽ കൂടിക്കൊള്ളുവിൻ. അടുത്ത വാക്യം: നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആമേൻ. ആ വാക്യം ഞാൻ ഒന്നുകൂടെ പറയുന്നു: നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. അവൻ ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന അവൻ ദൈവമക്കളോട് ഒറ്റ സന്ദേശം രാത്രിയിൽ ഞാൻ പറയട്ടെ. അവൻ നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവൻ എവിടെയാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്? ഒന്ന്, അവൻ ഇഫ് യു ആർ ഇൻ എ പർപ്പസ് ഓഫ് ഗോഡ്, നീ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ പറയുന്നു, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നെഹമ്യാവിന്റെ പുസ്തകം ആരംഭിക്കുന്നത് ഇങ്ങനെ: ശൂഷൻ രാജധാനിയിൽ പേർഷ്യൻ രാജസന്നിധിയിൽ രാജാവിന്റെ പാനപാത്രവാഹകനായി അവൻ നെഹമ്യാവ് ജോലി ചെയ്യുന്ന നെഹമ്യാവിന്റെ അടുത്ത് വരുന്ന സ്തോത്രം യെരുശലേമിൽ നെഹമ്യാവിന്റെ അടുത്ത് വരുന്ന ചില വ്യക്തികളോട് ഇടിഞ്ഞു കിടക്കുന്ന മതിലിനെ പറ്റിയും യഹൂദന്മാരുടെ കാര്യത്തെപ്പറ്റിയും സംസാരിക്കുമ്പോൾ അവർ ഇപ്രകാരം അറിയുവാനിടയായി: ജനം കഷ്ടം സഹിക്കുന്നു, മതിൽ ഇടിഞ്ഞു കിടക്കുന്നു. നെഹമ്യാവിന്റെ പ്രാർത്ഥനാ മുറിയിൽ നെഹമ്യാവ് കയറി. സ്തോത്രം. ഇങ്ങനെ എഴുതിയിരിക്കുന്ന: അവൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദുഃഖത്തോടും അവൻ കയറി പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ, സ്തോത്രം, ഒത്തിരി കൂട്ടം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 4 മുതൽ സ്തോത്രം തുടർന്നുള്ള 15 വരെയുള്ള വാക്യങ്ങളിൽ 11 വരെയുള്ള വാക്യങ്ങൾ എങ്ങനെ എഴുതിയിരിക്കുന്നത്: അവൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവന്റെ വലിയൊരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ കാണുവാൻ ഇടയായിത്തീരുന്നു. പ്രിയരെ, ഒരു കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവിക പദ്ധതിക്ക് വേണ്ടി ഈ രാത്രിയിൽ ദൈവത്തിനു വേണ്ടി നിന്നെ സമർപ്പിച്ചാൽ, സ്തോത്രം, ഒരു ദൈവിക പദ്ധതിക്ക് വേണ്ടി ദൈവം നിന്നെ തിരഞ്ഞെടുത്തുവെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് എ കമ്മ്യൂൺ വിത്ത് ഗോഡ് ബിഫോർ യു ഗോ ആൻഡ് ഡീൽ വിത്ത് മെൻ. സ്തോത്രം. മനുഷ്യരോട് ഇടപെടുന്നതിന് മുൻപേ ഒരു ദൈവിക ഇടപാടിന് വേണ്ടി, ഒരു ദൈവ പദ്ധതിക്ക് വേണ്ടി, പ്രിയരെ, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തെങ്കിൽ ദൈവസന്നിധിയിൽ ദൈവവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ദൈവവുമായി സംസാരിക്കുക. പരാജയപ്പെടുവാൻ സാധ്യതയുള്ളിടത്ത് ദൈവം അത് ജയമാക്കി തീർക്കുവാൻ ഇടയായി തീരും. ദൈവം നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ തന്നെ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. ഞാൻ പറയുന്നു, ഒരു ദൈവിക പ്രവർത്തിക്ക് വേണ്ടി, ഒരു അത്ഭുത സ്തോത്രം, ഒരു പണിക്ക് വേണ്ടി, ദൈവിക പർപ്പസിന് വേണ്ടി ഈ രാത്രിയിൽ നീ കാത്തിരിക്കുന്നുവെങ്കിൽ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. വേഗത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 1-ാമത്തെ കാര്യം ഇതാ. നീ ഒരു പണിക്കായി, ഒരു ദൈവ പദ്ധതിക്കായി പുറപ്പെടുമ്പോൾ, സ്തോത്രം, നിന്നെ ഡീവാല്യൂ ചെയ്യും. Devalue or demerit your purpose or your calling. സ്തോത്രം. സ്തോത്രം. ദൈവിക പദ്ധതിക്ക് വേണ്ടി നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിന്നെ ഡീവാല്യൂ ചെയ്യും, നിന്നെ ഡീമെറിറ്റ് ചെയ്യും നിന്റെ പർപ്പസിനെ. എവിടെ എഴുതിയിരിക്കുന്നത്? 2-ാം അധ്യായത്തിന്റെ, നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ഇങ്ങനെ എഴുതിയിരിക്കുന്ന: ഹോരേബിനായ സൻബല്ലത്തും തോബിയാവും മതില് പണിത് തുടങ്ങി എന്ന് കേട്ടപ്പോൾ കയറി വരികയാ. കയറി വന്നിട്ട് അവരോട് ചോദിക്കുക, നിങ്ങൾ പരിഹസിച്ചു, അവരെ പരിഹസിച്ചു, നിന്ദിച്ചു. ഞാൻ പറയാം, സ്തോത്രം, മതില് പണിയുവാൻ നീ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നു എന്ന് കാണുമ്പോൾ, സ്തോത്രം, പരിഹാസവും നിന്നയും വരാൻ ഭാരപ്പെടേണ്ട. യുദ്ധം ചെയ്യുന്നത് ദൈവമായി. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സ്തോത്രം, നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം എന്ത്? അവരൊരു കാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ, പണിയാൻ തുടങ്ങിയപ്പോൾ, ഡീവാല്യൂ ഓർ
ഡീമെറിറ്റ് യുവർ പർപ്പസ്, ഡീമെറിറ്റ് യുവർ എയിം, നിന്റെ ലക്ഷ്യത്തെ വിലയില്ലാതാക്കി തീർക്കുന്ന വാക്കുകൾ ദൈവദാസന്മാർ കേൾക്കുവാനിടയായി തീർന്നു. പ്രിയരെ, ഒന്നാമത്തെ കാര്യം, ദൈവിക പദ്ധതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? സ്തോത്രം. പീപ്പിൾ മേ ഡീമെറിറ്റ് യു, പീപ്പിൾ മേ ഡീവാല്യൂ യുവർ എയിം ഓർ പർപ്പസ്. തിരിച്ച് നെഹമ്യാവ് പറയുന്ന ഒരു വാക്കുണ്ട്. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും. നാം ഈ കുറിവാക്യം വായിച്ചതുപോലെ തന്നെയുള്ള മറുപടികളാ നെഹമ്യാവ് സ്തോത്രം ഇവരോട് പറയുന്നത്. നമ്മുടെ ദൈവം നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എന്റെ ദൈവം ഈ കാര്യം സാധിപ്പിക്കും. ഇത് രാത്രിയിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, മനുഷ്യരോട് പറയാതെ, സ്തോത്രം, മനുഷ്യരുമായി ഷെയർ ചെയ്യാതെ ഈ 2-ാം അധ്യായത്തിൽ മതിൽ പണിയുവാൻ വേണ്ടി നെഹമ്യാവ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. രാത്രിയിൽ ഇടിഞ്ഞു കിടന്ന മതിലിനെ ചുറ്റിക്കണ്ടു. ദൈവം ചെയ്യുവാൻ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ താനല്ലാതെ മറ്റാരും അറിഞ്ഞില്ല. ഈ രാത്രിയിൽ ഞാൻ പറയാം, സ്തോത്രം, ദൈവം നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവമല്ലാതെ എല്ലാരും അറിയാൻ സാധിക്കത്തില്ല. എല്ലാരോടും ഷെയർ ചെയ്യുവാൻ കഴിയത്തില്ല. രാത്രി ഞാൻ പറയുന്നു, ഒരു ദൈവിക പദ്ധതിക്ക് വേണ്ടി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തെങ്കിൽ ഒന്ന് നിന്റെ പർപ്പസിനെ മറിച്ചു കളവാൻ സാധ്യതകളുണ്ട്. നിന്റെ പർപ്പസിനെ, നിന്റെ ലക്ഷ്യത്തെ ഡീവാല്യൂ ചെയ്യുവാൻ, ഡീമെറിറ്റ് ചെയ്യുവാൻ സാധ്യതകളുണ്ട്. 2-ാം ഭാഗത്തേക്ക് ഞാൻ വരട്ടെ. സ്തോത്രം, ശാപവാക്കുകൾ, കഴ്സിംഗ് ഓർ curse words against your build, നിന്റെ പണിക്കെതിരെ, നിന്റെ പർപ്പസിനെതിരെ, നിന്റെ ജീവിതത്തിനെതിരെ, നിന്റെ ആത്മീക മൂല്യങ്ങൾക്കെതിരെ ശാപത്തിന്റെ വാക്കുകൾ പുറപ്പെടുവിക്കുന്നത് കാണുവാൻ കഴിയും. എവിടെ ഇത് എഴുതി വെച്ചിരിക്കുന്നത്? 4-ാം അധ്യായത്തിന്റെ 2 മുതൽ 4 വരെയുള്ള ഭാഗത്ത് പ്രിയ ദൈവമക്കളെ എഴുതി വെച്ചിരിക്കുന്നു. ചണ്ടി കൂമ്പാരങ്ങളിൽ നിന്ന് ഈ കല്ലുകൾ ജീവിക്കുമോ? ഇവർക്കിതിനെ പണിയുവാൻ കഴിയുമോ? ദൈവ വേലയുടെ മുഖത്ത് നിൽക്കുന്ന ദൈവമക്കളോട് ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, ചണ്ടി കൂമ്പാരത്തിൽ നിന്നും ചാരത്തിന്റെ കൂനയിൽ നിന്നും ജീവനെ ഉത്ഭവിച്ച ഒരു ദൈവത്തെയാണ് ഈ രാത്രിയിൽ നാം സേവിക്കുന്നത്. ചണ്ടി കൂമ്പാരങ്ങളിൽ നിന്ന് ഇതിനെ ജീവിപ്പിക്കുവാൻ കഴിയുമോ? ഇങ്ങനെ എഴുതിയിരിക്കുന്ന, വെന്ത് കിടക്കുന്ന ചണ്ടി കൂമ്പാരങ്ങൾ ഒരു ദിവസം കൊണ്ട് പണി തീർത്തു കളയുമോ? ശാപത്തിന്റെ വാക്കുകൾ ദൈവ പ്രവർത്തിക്കെതിരെ ഭക്തന്റെ നേരെ വരുന്നു. ഇവിടെയെല്ലാം കാണുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, ഈ ഭാഗത്തെല്ലാം ഞാൻ വേഗത്തിൽ പറയുകയാണ്, ഓരോ പ്രാവശ്യവും പരിഹസിക്കപ്പെടുമ്പോൾ നെഹമ്യാവ് മുട്ടയിലിരുന്ന് നിലവിളിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. 1-ാം അധ്യായത്തിൽ ഒരു വലിയ പ്രാർത്ഥന നെഹമ്യാവിന്റെ, 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നെഹമ്യാവിനെ കാണാം. എപ്പോഴൊക്കെ ദൈവസന്നിധിയിൽ ഇതിന്റെ മുഖത്ത് നിന്ദിക്കപ്പെട്ടോ അപ്പോഴെല്ലാം പ്രാർത്ഥിക്കുന്ന, മുട്ടയിലിരുന്ന് നിലവിളിക്കുന്ന ഒരു മകനെ ഈ രാത്രിയിൽ കാണുവാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, ദൈവമേ കേൾക്കണമേ, ഞങ്ങൾ നിന്ദിതന്മാരായിരിക്കുന്നു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, പലപ്പോഴും നമുക്കൊരൊറ്റ ആയുധമേ ഉള്ളൂ. സ്തോത്രം, നിന്ദയുടെയും പരിഹാസത്തിന്റെയും സ്തോത്രം മുൻപിൽ നിന്റെ പർപ്പസിനെ തോൽപ്പിച്ച് കളയുവാൻ, സ്തോത്രം, ദൈവിക പദ്ധതിക്കായി തിരഞ്ഞെടുത്ത് നിന്നെ പരാജയപ്പെടുത്തുവാൻ പലരും ഒന്നിച്ചു കൂട്ടി കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരൊറ്റ ആയുധം, ദൈവത്തിന്റെ സ്വർഗത്തിലെ സൈന്യത്തിന്റെ കരങ്ങളെ ചലിപ്പിക്കുന്ന ഒറ്റ ആയുധമേ ഉള്ളൂ. പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ കരയുക, ദൈവത്തോട് നിലവിളിക്കുക, ദൈവത്തോട് അയ്യം വിളിക്കുക. പ്രവർത്തിക്കുന്നത് ദൈവമാണെന്ന് രാത്രിയിൽ ഞാൻ പറയുന്നു. 3-ാമത്തെ, 1 സ്തോത്രം, നിന്നെ ഡീമെറിറ്റ് ചെയ്യും, നിന്നെ ഡീവാല്യൂ ചെയ്യും. 2 ശാപത്തിന്റെ വാക്കുകൾ നിന്റെ പർപ്പസിന് പണിക്കുന്നതിനെ വരുവാനിടയായി തീരും. 3 സ്തോത്രം, ഇങ്ങനെ എഴുതിയിരിക്കുന്ന, മൾട്ടിപ്പിൾ അലയൻസസ് ഓഫ് യുവർ എനിമീസ് അഗെയിൻസ്റ്റ് യുവർ ബിൽഡ് ഓർ യുവർ പർപ്പസസ്. ഒരിക്കലും ഒന്നിച്ച് കൂടുവാൻ സാധ്യതയില്ലാത്തവർ ഒരുമിച്ച് നിന്റെ പണിക്ക് നേരെ കടന്നു വരുന്നത് കാണുവാൻ കഴിയും. ഞാൻ പറയട്ടെ, സ്തോത്രം, ഒരു കുഴപ്പവുമില്ലായിരുന്നു. മതില് ഇടിഞ്ഞു കിടന്നപ്പോൾ ഒരു കുഴപ്പവുമില്ല. ഇങ്ങനെ എഴുതിയിരിക്കുന്നത് 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ, യെരുശലേമിന്റെ മതിലുകൾ അറ്റകുറ്റം തീർന്നു വരുന്നു എന്ന്, ഇടിഞ്ഞ് തുടങ്ങിയ മതിലുകളുടെ അറ്റകുറ്റം തീർന്നു, വിടവുകൾ അടഞ്ഞു എന്ന് കണ്ട് തുടങ്ങിയപ്പോൾ, അപ്പോഴാ പ്രശ്നം. ഇടിഞ്ഞു കിടന്നപ്പോൾ പ്രശ്നമില്ല, തകർന്നു കിടന്നപ്പോൾ പ്രശ്നമില്ല. മതിലിന് വാതിലുകളില്ലാതിരുന്നപ്പോൾ പ്രശ്നമില്ല. ഇവൻ ശൂഷൻ രാജധാനിയിലായിരുന്നപ്പോൾ പ്രശ്നമില്ല. എന്നാൽ ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി അവനെ ഏൽപ്പിച്ചു കൊടുത്ത്, ഒരു ഡിവൈൻ പർപ്പസിന് വേണ്ടി അവനൊരു
സ്റ്റെപ്പ് എടുത്തപ്പോൾ കണ്ടോ സ്തോത്രം, ഒരിക്കലും ഒന്നിച്ചു കൂടാത്തവർ സ്തോത്രം ആരൊക്കെയാ? തോബിയാവ് ഒന്നിച്ചുകൂടി. മൾട്ടിപ്പിൾ അലയൻസസ്. അവൻ ദേശത്തിന്റെ പല ഭാഗത്തു നിന്നും അവൻ ചിതറി നിന്നവർ ഒന്നിച്ചു നിന്ന് അവന്റെ പർപ്പസിനെതിരെ പോരാടുന്നത് കാണുവാൻ കഴിയും. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ അരാബ്യർ യെരൂശലേമിന്റെ മതിലുകൾ അറ്റകുറ്റം തീർന്നു വരുന്നു എന്നും ഇടിവുകൾ അടഞ്ഞു തുടങ്ങി എന്നും സൻബല്ലത്തും തോബിയാവും അരാബ്യരും അസ്തോദ്യരും സ്തോത്രം ആമൻ അമോന്യരും കണ്ടപ്പോൾ അവർ ഒന്നിച്ചു വന്ന്, ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവർ ഒന്നിച്ചു വന്ന് അവൻ മതില് പണിയെ തടസ്സപ്പെടുത്തേണ്ടതിന്, അവൻ അവിടെ കലക്കം വരുത്തേണ്ടതിനും അവർ ഒന്നിച്ച് കൂട്ടുകെട്ടുണ്ടാക്കി. 8-ാം വാക്യത്തിൽ ഒന്നിച്ചുള്ള കൂട്ടുകെട്ടുകൾ. ഞാൻ പറയുന്നു, ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ തന്നെ അവൻ കഴിവുകളെ, നിന്റെ എയിമിനെ, നിന്റെ പർപ്പസിനെ അവർ ഡീവാല്യൂ ചെയ്യും, വിലയില്ലാതാക്കി കളയും. അങ്ങനെയുള്ള വാക്കുകൾ നീ കേൾക്കുവാനിടയായി തീരും. 2, ഞാൻ പറയുന്നു, രണ്ടാമത്തെ ഭാഗത്തിൽ ശാപത്തിന്റെ വാക്കുകൾ, കഴ്സിംഗ് ഓർ കഴ്സ് വേർഡ്സ് അഗെയിൻസ്റ്റ് യുവർ ബിൽഡ്, നിന്റെ പണിക്കെതിരെ, നിന്റെ പർപ്പസിനെതിരെ, നമ്മുടെ മുന്നോട്ടുള്ള ഡിവൈൻ പർപ്പസ് ജേർണിക്കെതിരെ, യാത്രയ്ക്കെതിരെ നമ്മെ തകർത്ത് കളയുവാൻ, വഴിയിൽ വെച്ച് പതിയിരിപ്പുകളിൽ നമ്മൾ തകർന്ന് മാറിപ്പോകുവാൻ സാധ്യതയുള്ളപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം ബാറ്റിൽ ബിലോങ്സ് ടു ഗോഡ്. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. ഒറ്റ ആയുധം മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഒന്ന് മുട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന നെഹമ്യാവിനെ പോലെ, ഭക്തനെ പോലെ ദൈവസന്നിധിയിൽ അയ്യം വിളിക്കുമ്പോൾ ഞാൻ പറയുന്നു, ദൈവം നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. സ്തോത്രം. മൂന്നാമത്തെ കാര്യം, ഒന്നിച്ചുകൂടി പലരും ഒന്നിച്ചുകൂടി കലക്കം വരുത്തേണ്ടതിന്റെ, ഹൃദയത്തെ കലക്കിക്കളയുവാൻ, നിന്റെ പർപ്പസിനെ കലക്കിക്കളയുവാൻ, സ്തോത്രം, നിന്റെ പ്ലാനുകളെ, പദ്ധതികളെ കലക്കിക്കളയുവാൻ അവർ ഒന്നിച്ചുകൂടി എല്ലാം സ്തോത്രം വളരെ സ്ട്രാറ്റജിക്കലായിട്ടാണ് നെഹമ്യാവ് മൂവ് ചെയ്തത്. അതേസമയം അവരും സ്തോത്രം വളരെ തന്ത്രപരമായി ഇവന്റെ പണിയെ തകർക്കുവാൻ വേണ്ടി യാത്ര ചെയ്യുക. ഞാൻ പെട്ടെന്ന് വരാം. 4-ാമത്തെ ഭാഗത്ത് ഇവർ പണി പൂർത്തിയാക്കിയപ്പോൾ ഇവിടെ ഹൃദയം കലങ്ങിപ്പോയി. ഞാൻ പറയാം, there are chances of being discouraged due to the curse words or opposition alliance. ഞാൻ പറയട്ടെ, ഒന്നിച്ചു കൂടാത്തവർ കൂട്ടുകൂടി നിനക്കെതിരെ പൊരുതുവാൻ നോക്കും. ശാപത്തിന്റെ വാക്കുകൾ നിനക്കെതിരെ കടന്നു വരുവാൻ ഇടയായി തീരും. നീ ദൈവിക പദ്ധതിക്കകത്ത് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ സ്തോത്രം, നിന്നെ ഡീമറിറ്റ് ചെയ്യുന്ന, നിന്നെ ഡീവാല്യൂ ചെയ്യുന്ന എയിമിനെ, പർപ്പസിനെ ഇത് വന്നു കഴിയുമ്പോൾ ഹൃദയത്തിനകത്ത് ഒരു വേദന ഉണ്ടാകും. 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുക, അവർ മതില് പണിതുകൊണ്ടിരിക്കുക. നെഹമ്യാവും ശമരിയ സൈന്യവും കൂടെയുള്ളവരും മതില് പണിതുകൊണ്ടിരിക്കുക. ചുമട്ടുകാരുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു. കല്ലും മണ്ണും ഇനിയും വളരെ കിടക്കുന്നു. ആകയാൽ മതില് പണിയുവാൻ നമുക്ക് കഴിയത്തില്ല. പ്രിയരെ, ശ്രദ്ധിച്ചുകൊള്ളുക. സ്തോത്രം, ഈ സാഹചര്യത്തിൽ കൂടി ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ കടന്നു പോകുവാൻ സാധ്യതകളുണ്ട്. ഹൃദയത്തിന്റെ സ്തോത്രം ശക്തിയെ ഡിസ്കറേജ് ചെയ്യുന്ന, സ്തോത്രം നിന്നെ ഒരു അസാധുവാക്കി കളയുന്ന, അശക്തനാക്കി കളയുന്ന, എയിമലസാക്കി കളയുന്ന, ലക്ഷ്യമില്ലാത്തവനാക്കി കളയുന്ന വാക്കുകളും സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിന് നേരെ കടന്നു വരുവാൻ സാധ്യതകളുണ്ട്. ഇന്ന് രാത്രിയിൽ സ്തോത്രം നിങ്ങൾ കുറിച്ചിട്ടു, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന എനിക്കും നിനക്കും ജയം അനിവാര്യമാ, ജയം സുനിശ്ചിതമാ. ബാറ്റിൽ ബിലോങ്സ് ടു ഗോഡ്. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, ബാറ്റിൽ ബിലോങ്സ് ടു ഗോഡ്. ബാറ്റിൽ ബിലോങ്സ് ടു ഗോഡ്. എഴുതി വെച്ചോ, യുദ്ധം നിങ്ങൾക്കുള്ളതാ. ഞാൻ പറയുന്നു, ഇവിടെ ഹൃദയത്തിന്റെ ശക്തി ക്ഷയിച്ചു. സ്തോത്രം, ബലം ക്ഷയിച്ചു. ഭാരങ്ങൾ ഉണ്ടായി. സ്തോത്രം, ഇവർ ഡിസ്കറേജ്ഡ് ആയി. പകുതിയിൽ വെച്ച് വഴി സ്തോത്രം പണി തടസ്സപ്പെടുത്തി മുമ്പോട്ട് പോവുകയാണ്. ഈ രാത്രിയിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, ദൈവവുമായി സംവദിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഒരു കൂട്ടം ആലോചന കഴിച്ചിട്ടാണ് നെഹമ്യാവ് വരുന്നത്. സ്തോത്രം, നെഹമ്യാവിനൊരു ഉറപ്പുണ്ട്. ആരെല്ലാം എതിരായിരുന്നാലും സ്തോത്രം, ഏതെല്ലാം ശക്തി കരയിൽ കൂടിയും ആകാശത്ത് കൂടിയും ഭൂമിയിൽ കൂടിയും ഏതെല്ലാം സ്തോത്രം ശക്തി എനിക്കെതിരായി വന്നാലും ഇല്ല, ഞാൻ ജയിക്കും.
കാരണം എന്റെ മുൻപിൽ നിൽക്കുന്നത് സർവശക്തനായ ദൈവമാ. ഞാൻ വേഗത്തിൽ 5-ാം ഭാഗത്തേക്ക് വരാം. സ്തോത്രം. അവൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൻ ഈ നെഹമ്യാവിന്റെ പുസ്തകം 6 അധ്യായത്തിൽ നിന്നാണ് ഈ രാത്രിയിൽ ഞാൻ സംസാരിക്കുന്നത്. 6-ാം അധ്യായം തുടങ്ങുമ്പോൾ ദൈവദാസനെ ഓരോ സമഭൂമിയിലേക്ക് വിളിക്കുക. അവൻ എല്ലാ പദ്ധതികളും തകർന്നു. അവൻ ഡിവൈൻ പർപ്പസിനകത്ത് നിൽക്കുന്ന നിന്നോട് പൊരുതി അവൻ ശത്രു പരാജയപ്പെടുമ്പോൾ ഒരു സമവായത്തിന്റെ പദ്ധതിയിൽ ശത്രു വരികയാ. അവൻ ഓരോ സമഭൂമിയിൽ വാ. തോബിയാവ് ആളയച്ചു, സൻബല്ലത്ത് ആളയച്ചു, നമുക്ക് സംസാരിക്കാം. അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്തോത്രം അവൻ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ആ ദൈവദാസനോട് പറഞ്ഞു, പറ്റത്തില്ല, ഞാൻ വരത്തില്ല. അവൻ അതിനകത്ത് നിന്ന് തെറ്റി ഒഴിയുന്ന നെഹമ്യാവിനെ കാണുവാൻ കഴിയും. പ്രിയരെ, അവൻ ദൈവവുമായി നീ സംസാരിച്ചിട്ട് തുടങ്ങിയ സാധ്യതകൾ, അവൻ എല്ലാ പദ്ധതികൾക്കകത്തും ഒരു ദൈവിക ശബ്ദം നിനക്ക് കേൾക്കുവാൻ കഴിയും. നിന്റെ അന്തരാത്മാവിൽ നിന്നോട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ ഞാൻ പറയാം, ചിലതിൽ നിന്ന് നിന്നെ തട്ടിമാറ്റും. അവൻ പതിയിരിപ്പുകൾ നിന്നെ തുടച്ചു മാറ്റും. അവൻ പതിയിരിപ്പുകൾ നിന്നെ തട്ടിമാറ്റി നിന്നെ ബലപ്പെടുത്തി അവൻ നിന്നെ മുന്നോട്ട് നയിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് പണികളെയും പർപ്പസുകളെയും പൂർത്തീകരിക്കുന്നത്. അവൻ ഞാൻ വേഗത്തിൽ വരട്ടെ. 6-ാം അധ്യായം തുടങ്ങുന്നത് ഓരോ സമഭൂമിയിൽ സമവായത്തിന് വിളിച്ചു. എന്റെ പോയിന്റ് അതല്ല, അവിടെ ഒന്നുമല്ല എന്റെ പോയിന്റ്. 5-ാമത്തെ ഭാഗം 5 പോയിന്റുകളാണ്. 5-ാമത്തെ ഭാഗം ഞാൻ പറയട്ടെ. അവൻ ഫോൾസ് prophecy to stop the purpose of God. കണ്ടോ, എല്ലാ അടവുകളും ഇവർ ചെയ്തു. എല്ലാ അടവുകളും എല്ലാ തന്ത്രങ്ങളും കായിക ബലം സ്തോത്രം അവന്റെ ശക്തിയെ കെടുത്തുന്ന ശാപത്തിന്റെ വാക്കുകൾ അവൻ ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ തന്നെ അവന്റെ പദ്ധതിയെ വില കുറച്ചു കാണുന്ന ആൾക്കാരെ നാം കണ്ടു. അവൻ ഒരു സൈന്യമായി ഒന്നിച്ചുകൂടി അവൻ ദേശത്തിന്റെ പല ഭാഗത്തു നിന്ന് പണിയെ കലക്കം വരുത്തേണ്ടതിന് ഇവർ ഒന്നിച്ചുകൂടി പൊരുതുന്നത് കണ്ട് ഞാൻ പറയട്ടെ, ഈ രാത്രിയിൽ ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി കാത്തിരുന്നോ, ഒരു ഡിവൈൻ പർപ്പസിനകത്ത് കയറുവാൻ ഈ രാത്രിയിൽ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ഈ മനുഷ്യനോട് ഷെയർ ചെയ്യുന്നതിലും അധികം പ്രിയരെ ദൈവസന്നിധിയിൽ ദൈവത്തോട് നീ ഷെയർ ചെയ്യ്. നിന്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, ഏറ്റവും വലിയ ആലോചനയും ഏറ്റവും വലിയ ദൂതും വെളിപ്പെടുന്നത് പ്രാർത്ഥനയുടെ മുറിയില. ഏറ്റവും വലിയ പ്രാർത്ഥനയും ഏറ്റവും വലിയ ദൂതും വെളിപ്പെടുന്നത് ഒറ്റയ്ക്കിരുന്ന് മുറിയടച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ആത്മിക സന്ദേശമാണ്. അവൻ ഈ കാലഘട്ടത്തിലെ ലോകം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദൂത്. ഞാൻ പറയാം, പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്നത് അവൻ ഊവ് എന്ന് പറഞ്ഞാൽ ഊവെന്നാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ അന്തരംഗത്തിൽ ഓതിത്തരുന്നത് പ്രാർത്ഥിക്കുന്നത് ഊവ് എന്ന് പറഞ്ഞാൽ ഊവെന്നാണ്. അത് തെറ്റത്തില്ല. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. 5-ാമത്തെ ഭാഗം അവൻ ഫോൾസ് പ്രോഫറ്റ്സിനെ അയച്ചു. കള്ളപ്രവാചകന്മാരെ കൂലി കൊടുത്ത് ഡിവൈൻ പർപ്പസിൽ നിന്ന് അവനെ പുറത്ത് തള്ളിക്കളയുവാൻ വേണ്ടി അയക്കുന്നു. അതിന്റെ 6-ാം അധ്യായത്തിന്റെ 10 മുതൽ 14 വരെയുള്ള ഭാഗങ്ങൾ. തോബിയാവും തൻബല്ലത്തും അവന് കൂലി കൊടുത്തിരുന്നത് കൊണ്ട് അവൻ എനിക്ക് വിരോധമായി ആ പ്രവചനം പറഞ്ഞതേ ഉള്ളൂ എന്ന് മനസ്സിലായി. ചില പ്രവചനങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. അവൻ ചില പ്രവചനങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ പ്രവചനം നീ കേൾക്കുവാനിടയാകണം. അവൻ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നതും അവൻ സ്തോത്രം നിന്നെ തകർത്ത് കളയുവാൻ കള്ളപ്രവാചകന്മാർ സംസാരിക്കുന്നത് മനസ്സിലാക്കിയ നെഹമ്യാവ് പറഞ്ഞു, ഇല്ല, ഞാൻ വരത്തില്ല, ഞാൻ ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് നിൽക്കുക. ഇന്ന് ഞാൻ പറയാം, അവൻ 4-5 കൂട്ടം കാര്യങ്ങൾ നിന്നെ ഡീമറിറ്റ് ചെയ്യും. സ്തോത്രം നിന്നെ ശപിക്കപ്പെടുവാനിടയായി തീരും. അവൻ സ്തോത്രം 3-ാമത്തെ ഭാഗം മൾട്ടിപ്പിൾ അലയൻസസുകൾ. അവൻ ഒത്തിരി പേർ കൂടി വന്ന് നിനക്കെതിരെ കലക്കം വരുത്തുവാനിടയായി തീരും. 4 അവൻ നിന്റെ ഹൃദയത്തെ അവൻ ഭാരപ്പെടും ഡിസ്കറേജ് ചെയ്യുന്ന കൂട്ടുകെട്ടുകളും വാക്കുകളും നിനക്കെതിരെ വരാം. 5 അവൻ കള്ളപ്രവചനങ്ങൾ നിനക്കെതിരെ വരുവാനിടയായി തീരും. ഇതിനകത്തൊന്നും നെഹമ്യാവ് ഭാരപ്പെട്ടില്ല. നെഹമ്യാവിന്റെ ഹൃദയം കർത്താവിൽ സ്ഥിരമായിരുന്നു. അവൻ പരാജയപ്പെടുവാനിടയായി തീർന്നില്ല. ഇതിന്റെ ഫുൾഫിൽമെന്റ് 6-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇങ്ങനെ മതിൽ 52 ദിവസം പണിത് ഏലൂൽ മാസം 25-ാം തീയതി തീർത്തു. അവൻ പണി തീർത്തു. സ്തോത്രം 52 ദിവസം കൊണ്ട് 2 മാസങ്ങൾ കുറവ് കൊണ്ട് അവൻ ദൈവ പദ്ധതിക്കകത്ത് കയറി നിന്ന് അവൻ ദൈവ ശബ്ദം കേട്ടവന്റെ പണി തീർന്നെങ്കിൽ ഇന്ന് ഞാൻ പറയട്ടെ, ഏതെല്ലാം ശക്തികൾ, ഏതെല്ലാം പ്രതികൂലങ്ങൾ, ഏതെല്ലാം തടസ്സങ്ങൾ, അവൻ ഏതെല്ലാം കുറവുകൾ സ്തോത്രം അവൻ നിനക്കെതിരെ വന്നാലും നീ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിലും അവൻ പരിശുദ്ധാത്മാവെന്ന് പറയുന്നു, അവൻ പണി തീർക്കുവാൻ നിന്നെ ലക്ഷ്യത്തിലെത്തിക്കും.
പൂർത്തീകരിക്കുവാൻ, നിന്റെ ലക്ഷ്യത്തെ അവൻ പൂർത്തീകരിക്കുവാൻ, പ്രിയരെ നിങ്ങളുടെ ലക്ഷ്യത്തെ പൂർത്തീകരിക്കുവാൻ അവൻ ശക്തനായ അവൻ സൈന്യങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിലാ ഇന്ന് രാത്രിയിൽ നാം ആയിരിക്കുന്നത്. നിങ്ങൾ പരാജയപ്പെടത്തില്ല. ഇന്ന് രാത്രിയിൽ പറയുന്നു, നിങ്ങൾ പരാജയപ്പെടത്തില്ല. ഇഫ് യു സ്റ്റാൻഡ് ഇൻ ദ വിൽ ആൻഡ് പർപ്പസ് ഓഫ് ഗോഡ്. പലപ്പോഴും മനുഷ്യരോട് നാം ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു വാക്ക് എന്നെ വളരെ സ്പർശിച്ചു. 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ചത് കർത്താവിന് വേണ്ടി ചെയ്യുവാൻ സ്തോത്രം. അവനൊരു ദൈവപ്രവർത്തിക്ക് വേണ്ടി നെഹമ്യാവിനെ ഉപയോഗിക്കുന്നു എന്ന് നെഹമ്യാവിന് മനസ്സിലായപ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തോട് പ്രാപിച്ച കാര്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ചത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ കയറിയിരുന്ന മൃഗമല്ലാതെ മറ്റൊരു മൃഗവും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ സ്തോത്രം, ഒരു മനുഷ്യരോടും പറയാതെ ദൈവവുമായി ദൈവിക പർപ്പസിനു വേണ്ടി, ആ ഡിവൈൻ പർപ്പസിനു വേണ്ടി ഒരു ദൈവ പ്രവർത്തിക്കും ഒറ്റയ്ക്ക് ഞാൻ രാത്രിയിൽ താഴ്വാര വതിൽ വഴിയായി പെരുമ്പുറത്തുകൂടിയും കപ്പവാതുക്കൾക്കകത്തും ചെന്ന് യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നതും വാതിലുകൾ തീവച്ച് ചുട്ടിരിക്കുന്നതും കണ്ട്, പ്രിയരെ രാത്രിയിൽ പോയത് നെഹമ്യാവല്ലാതെ, നെഹമ്യാവും ദൈവത്തിന്റെ ആത്മാവും ദൈവവുമല്ലാതെ ആ പർപ്പസ് ഒരു മനുഷ്യരും അറിഞ്ഞിരുന്നില്ല. ഞാൻ പറയാം, എല്ലാ കാര്യങ്ങളും എല്ലാ കാലത്തും എല്ലാവരോടും ഷെയർ ചെയ്യുവാൻ പറ്റത്തില്ല. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. നിന്റെ പർപ്പസിനകത്ത് നിന്നെ തള്ളിക്കളവാൻ സാധ്യതകളുണ്ട്. 2 സ്തോത്രം, ശാപത്തിന്റെ വാക്കുകൾ ദൈവ പൈതലെ നിനക്കെതിരെ തൊടുത്തു വിടുവാൻ സാധ്യതകളുണ്ട്. 3 സ്തോത്രം, മൾട്ടിപ്പിൾ അലയൻസസുകൾ, ഒന്നിൽ കൂടുതൽ ശത്രുക്കൾ, ഒറ്റ പർപ്പസേ ഉള്ളവർക്ക് നിന്റെ ആ ഒറ്റ പർപ്പസിൽ നിന്നും നിന്നെ തള്ളി പുറത്തു മാറ്റിക്കളയുക. ഒത്തിരി ശത്രുക്കൾ നിനക്കെതിരെ കൂടി വരുവാൻ സാധ്യതകളുണ്ട്. 4 ചാൻസസ് ഓഫ് ബീങ് ഡിസ്കറേജ്ഡ് ടു ദ കർസ് വേർഡ്സ്. ശാപവാക്കുകൾ നിമിത്തം നിന്റെ ഹൃദയത്തെ തകർക്കുവാൻ സാധ്യതകളുണ്ട്. 5 കള്ള പ്രവാചകന്മാർ നിനക്കെതിരെ സംസാരിക്കുവാൻ സാധ്യതകളുണ്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ പറയുന്നു, ദൈവ പ്രവർത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുവനെ അവന്റെ പർപ്പസിൽ നിന്ന് പുറത്തു കളവാൻ പറ്റത്തില്ല. ഇന്ന് രാത്രിയിൽ നിന്റെ ഗ്രാഫ് അല്പം താണതാണെങ്കിലും പിന്നത്തേതിൽ ആണ്ടുകൾ കഴിയും മുമ്പേ അതിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കുവാനും അതിനെ വെളിപ്പെടുത്തുവാനും കഴിയുന്ന കർത്താവിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രിയിൽ താണിരിക്കുന്നുവെങ്കിൽ ഞാൻ പറയുന്നു, ദൈവം ജയം നിങ്ങൾക്ക് തരും. ബാറ്റിൽ ബിലോങ്സ് ടു ഗോഡ്. ഞാൻ ഈ 5 കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നെഹമ്യാവിന്റെ ഹൃദയത്തിൽ വീണ ദൈവിക വാഞ്ച, ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ അവന്റെ ഹൃദയത്തിൽ കൊടുത്ത ബലം അവനെ മുൻപോട്ട് നയിക്കുന്നു. ദൈവസന്നിധിയിൽ താണിരിക്കുമ്പോൾ അവന്റെ പ്രാർത്ഥനയുടെ മറുപടിയായി ഒരു ദൈവിക പണിക്കായി, ഒരു ഡിവൈൻ പർപ്പസിനായി യെരുശലേമിലേക്ക് കടന്നു ചെല്ലുന്ന നെഹമ്യാവിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് രത്ന ചുരുക്കമായി പറയട്ടെ. ദൈവത്തിന്റെ വേല ചെയ്യുവാൻ, ദൈവ പ്രവർത്തിക്ക് വേണ്ടി വിളിച്ച എന്നെയും നിന്നെയും നിന്റെ ഗ്രാഫ് ഇന്ന് രാത്രിയിൽ അല്പം താഴെയാണെങ്കിലും ഞാൻ പറയുന്നു, പിന്നത്തേതിൽ ഉന്നതകളിൽ വാഹനമേറ്റി നടകൊള്ളുവാൻ കഴിയുന്ന, നിന്റെ കാലുകളെ മാൻപേട കാലയ്ക്ക് തുല്യമാക്കി നിന്നെ ഗിരികളിൽ ഓടുമാറാക്കുന്ന സർവശക്തനായ ദൈവത്തെയാണ് ഈ രാത്രിയിൽ നീ സേവിക്കുന്നത്. മനുഷ്യർ നിനക്കെതിരെ വരാം, പ്രവാചകന്മാർ നിനക്കെതിരെ വരാം, സ്തോത്രം, കള്ള കൂട്ടുകെട്ടുകൾ നിനക്കെതിരെ ഉണ്ടാകാം, ചതിയിലും വഞ്ചനകളിലൂടെ നീ കടന്നു പോകുവാൻ ഇടയായി തീരാം. നിന്റെ ഹൃദയത്തെ ഇടിക്കുന്ന, ഡിസ്കറേജ് ചെയ്യുന്ന വാക്കുകളും ആലോചനകളും കൂട്ടുകെട്ടി നിനക്കും നിന്റെ സൈന്യത്തിനും നേരെ കടന്നു വരാം. എന്നാൽ ഇന്ന് രാത്രിയിൽ ഉറപ്പോടെ, വേദപുസ്തകം നൽകുന്ന ഉറപ്പോടെ, ദൈവ വചനം നൽകുന്ന ഉറപ്പോടെ, ആത്മശക്തിയിൽ ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, പരാജയം നിന്റേതല്ല, പരാജയം ശത്രുവിന്റേതാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, ജയം നിനക്കുള്ളതാണ്. യുദ്ധം ചെയ്യുന്നത് ദൈവമാണ്. ഒറ്റ യുദ്ധമേ ഉള്ളൂ നിനക്ക്. പ്രാർത്ഥനാ മുറിയിൽ മുട്ടിൽ കയറിയിരിക്കുക, ദൈവത്തിന്റെ ആലോചനയെ പ്രാപിക്കുക. ആ യുദ്ധത്തിന് അകത്ത് നീ കയറി ആ പർപ്പസിന് വേണ്ടി നീ മുൻപോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ അറിയാത്ത വാതിലുകളും അറിയാത്ത വഴികളും നിന്റെ മുൻപിൽ തുറന്നു വരുവാൻ ഇടയായി തീരും. ദൈവമക്കളെ, ഞാൻ വാക്കുകൾ ചുരുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു വാക്ക് രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കട്ടെ. ദൈവം
അത്ഭുതങ്ങളുടെ ദൈവമാ. വിശ്വസിക്കാമോ? അവൻ പണികളെ പൂർത്തീകരിക്കുന്ന ദൈവമാ. 52 ദിവസം കൊണ്ട് അതിന്റെ പണിയെ പൂർത്തീകരിക്കുവാൻ അവൻ ദൈവദാസന്മാർക്ക് കഴിഞ്ഞെങ്കിൽ അവൻ ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ദൈവത്തിന് കുറുക്കു വഴികളുണ്ട്, ദൈവത്തിന് ഷോർട്ട് വേസ് ഉണ്ട്, ദൈവത്തിന് പെരുവഴികളുണ്ട്, ദൈവത്തിന് അത്ഭുത വഴികളുണ്ട്. ദൈവത്തിന്റെ വഴികൾ ഉവ്വ എന്ന് പറഞ്ഞാൽ ഉവ്വെന്നാണ്. അതിനെ മാറ്റിക്കളയുവാൻ എന്റെ വഴികൾ നിന്റെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിന്റെ വിചാരങ്ങളും ഉയർന്നിരിക്കുന്നു. അവൻ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ഈ രാത്രിയിൽ ഉയർന്നിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിക്കായി ഇന്ന് രാത്രിയിൽ കാതോർക്കാം. എന്റെ വാക്കുകൾ ചുരുക്കട്ടെ. സ്വർഗീയ പിതാവേ, ഈ രാത്രിയിൽ ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരുന്നവർ, അവൻ തുടർന്നുള്ള ദിവസങ്ങൾ ഇത് കേൾക്കുന്നവർ, അവന്റെ ഒരു ദൈവിക പദ്ധതിക്കായി നീ ഇവരെ തിരഞ്ഞെടുത്തെങ്കിൽ കർത്താവെ, നീ അവരെ വഴി നടത്താൻ ശക്തനെന്ന ഒരു ഉറപ്പ്, അവനെ ഒരു ട്രസ്റ്റ് അവരുടെ അകത്ത് ഈ ദിവസങ്ങൾ ഇട്ടുകൊടുക്കണമേ. വഴിയിലെ ഒരു പതികിരിപ്പുകളും വഴിയിലെ ഒരു തടസ്സങ്ങളും അവരുടെ സ്പിരിച്വൽ യാത്രയ്ക്കെതിരെ അവൻ സ്തോത്രം വ്യാപരിക്കുവാൻ അനുവദിക്കല്ല. സ്തോത്രം കർത്താവെ, ഇതിലൂടെ എല്ലാ വ്യക്തികളെയും, ഇതിൽ കൂടി കേൾക്കുന്ന എല്ലാ വ്യക്തികളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ രാത്രിയിൽ അടിയൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം പിതാവേ.